സങ്കടകരമായ വാർത്തയാണ് എന്ന് പറയേണ്ടി വരും. ധാർമ്മിക രോഷം ഉണ്ടാക്കുന്ന വാർത്തയാണെന്ന് പറയേണ്ടി വരും. കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. കോടതിയുടെ പൂർണ്ണമായ വിവേചനാധികാരമാണ്. തെളിവുകൾ, അതിന്റെ മുന്നിൽ വരുന്ന തെളിവുകൾ മുൻനിർത്തിയാണ് കോടതി തീരുമാനമെടുക്കുക എന്നൊക്കെ പറയുമ്പോഴും ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. കേരളം ഞെട്ടിയ സംഭവത്തിൽ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്, സാധു മനുഷ്യനാണ്. വയറു വിശന്നിട്ട് അരിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കയ്യും കാലും കെട്ടി നിർത്തി അവിടെ വിചാരണ നടത്തി അടിച്ചു കൊന്നതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടവരാണ്, ഞെട്ടിയവരാണ്. അതിന്റെ നീതി നിഷേധത്തിന്റെ അങ്ങേയറ്റം. മധുവിന്റെ സഹോദരി സരസു ചേർന്നു. സരസു ഇവിടെ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്ന വാർത്ത വേദനയും ഞെട്ടലും ഉണ്ടാക്കുന്നതാണ് കേരളത്തിനൊന്നാകെ. എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത് സരസു? അത് എന്തായാലും സാധാരണക്കാരെയും നമുക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് തന്നെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ള പ്രതികൾക്കുള്ള ശിക്ഷ മതിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് പോകുന്നത്. അതിൽ തന്നെ ഒന്നാം പ്രതിയെ വെറുതെ വിടുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഞെട്ടിക്കുന്നതല്ലേ? അതെ, ഒന്നാം പ്രതിനെ തന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി. മധുവിന്റെ സഹോദരി ആദ്യം മുതൽ തന്നെ കേസിന്റെ പിന്നാലെ തന്നെയുണ്ട്. കേസിന് നീതി നിഷേധത്തിലൊക്കെ കൃത്യമായ പ്രതികരണങ്ങൾ നടത്തിയതാണ് മധുവിന്റെ സഹോദരി സരസു. മറ്റു പ്രതികളുടെ ഹർജി തള്ളി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. മറ്റു പ്രതികളുടെ കാര്യമല്ല. ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ. ഒന്നാം പ്രതിയെ വെറുതെ വിടുന്നു, മറ്റു പ്രതികളുടെ ഹർജി തള്ളുന്നു എന്ന് പറയുന്നതിൽ തന്നെ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മുന്നോട്ടേക്കുള്ള അപ്പീലിൽ ബാക്കി പ്രതികൾക്ക് കൂടി വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഒന്നാം പ്രതിയെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ. ഹുസൈന്റെ അപ്പീൽ അംഗീകരിക്കുന്നു. മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിലെ ഒന്നാം പ്രതി, ആ കേസിൽ നെടുനായകത്വം നൽകിയ ആൾ എന്നാരോപിക്കപ്പെട്ട ഒന്നാം പ്രതിയെ തന്നെ വെറുതെ വിടുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്താണ് സംഭവിച്ചത്? അല്പസമയത്തിന് നമുക്ക് വിഷ്ണു വീണ്ടും കോടതിയിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം നമുക്കറിയില്ല. ഈ പറയുന്ന SC/ST അട്രോസിറ്റീസ് ആക്ട് അടക്കമുണ്ടായിരുന്നു, പ്രൊവൻഷൻ അട്രോസിറ്റീസ് ആക്ട് അടക്കം, കൊലപാതക കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.